തലശ്ശേരി ഫസൽ വധക്കേസിൽ സാക്ഷി വിസ്താരം ഒക്ടോബറിൽ ആരംഭിക്കും. CPM നേതാക്കൾ ഉൾപ്പെട്ട കേസ് RSSനെതിരെ തിരിച്ചുവിടാനുള്ള ആസൂത്രിത നീക്കങ്ങൾ CBI അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. CPM നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അടക്കം 8 പ്രതികളാണ് കേസിലുള്ളത്. ഒക്ടോബർ 3-ന് വിചാരണ നടപടികൾ ആരംഭിക്കും. കേസിൽ 25 സാക്ഷികൾക്ക് കോടതിയിൽ ഹാജരാകാൻ സമൻസ് നൽകിയിട്ടുണ്ട്. പ്രതികളും ഹാജരാകണം. 2006 ഒക്ടോബറിൽ തലശ്ശേരി സീതാർപള്ളിക്ക് സമീപം വെച്ചാണ് പത്രവിതരണക്കാരനായ ഫസൽ കൊല്ലപ്പെട്ടത്. CPM സജീവ പ്രവർത്തകനായിരുന്ന ഫസൽ പാർട്ടി വിട്ട് NDF-ൽ ചേർന്നതിലുള്ള രാഷ്ട്രീയ വൈരാഗ്യത്തിലായിരുന്നു കൊലപാതകമെന്ന് CBI കണ്ടെത്തിയിരുന്നു. CPM ക്രിമിനലും TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുമായ കൊടിസുനി ഉൾപ്പെട്ട സംഘമായിരുന്നു കൊലപാതകം നടത്തിയത്. കേസിൽ ഗൂഢാലോചനയിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പങ്കാളികളായെന്ന് കുറ്റപത്രത്തിലുണ്ടായിരുന്നു. കേസ് വഴിതിരിച്ചുവിട്ട് RSSനെ പ്രതിസ്ഥാനത്താക്കാനും NDF RSS സംഘർഷമെന്ന് വരുത്തി തീർത്ത് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തിനും CPM നേതാക്കൾ ശ്രമിച്ചെന്ന് എറണാകുളം CJM കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. 2012 ജൂൺ 10-നാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. കൊടിസുനി എന്ന സുനിൽകുമാർ, പാച്ചൂട്ടി എന്ന ബിജു, ജിതേഷ് എന്ന ജിത്തു, ചെറിയ എന്ന അരുൺദാസ്, ബാബു എന്ന കലേഷ്, അരുൺകുമാർ, കാരായി ചന്ദ്രശേഖരൻ, കാരായി രാജൻ എന്നിവരാണ് കേസിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ. CPM ക്രിമിനലുകളെ കൊലപാതകത്തിന് ഉപയോഗിച്ച് അന്വേഷണം തങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും നേതാക്കൾ തടയുകയും ചെയ്തിരുന്നു. കർശന ജാമ്യവ്യവസ്ഥകളിൽ എറണാകുളം ജില്ല വിട്ടുപോകരുതെന്ന ഉപാധിയിൽ ഇരുമ്പനത്ത് താമസിച്ചിരുന്ന പ്രതികളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും 2021 നവംബറിൽ ഹൈക്കോടതി നൽകിയ ഇളവിൽ തലശ്ശേരിയിലെത്തിയപ്പോൾ പാർട്ടി സ്വീകരണവും ഒരുക്കിയിരുന്നു. ഫസൽ വധക്കേസിലെ 1-ാം പ്രതി കൊടിസുനിയും 5-ാം പ്രതി ബാബുവും TP ചന്ദ്രശേഖരൻ വധക്കേസിലും പ്രതികളാണ്. ജനം, കൊച്ചി.